ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ വൈവിധ്യമാണ് ഈ ലോകത്തെ ഇത്രയധികം സുന്ദരമാക്കുന്നതും ആനന്ദകരമാക്കുന്നതും. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകം മടുക്കാത്തതിൻ്റെ കാരണം ഈ വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം നമുക്കതിനകത്തുനിന്ന് സംതൃപ്തി കിട്ടുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പൂർണ്ണ തൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളിൻ്റെ ഇഷ്ടം കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ചില വെറൈറ്റികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇതിനകത്തിപ്പോൾ ഏത് രീതിയാണെങ്കിലും അത് ശരിയായ രീതിയിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും ശാരീരികമായിട്ടും മാനസികമായിട്ടും. പക്ഷേ പല പങ്കാളികളും ഇതിനനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കാറില്ല. പങ്കാളിയെ വളരെ സ്മാർട്ടാക്കുന്നതാണ് ഈ മുകളിൽ വരുന്ന രീതി. ഏത് ശരീരപ്രകൃതം ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. അമിത ഭാരമുള്ളവർക്ക് എന്നുവെച്ചാൽ വണ്ണവും വയറും കുറച്ച് കൂടുതലുള്ളവർക്കാണെങ്കിലും ഈ മെത്തേഡ് ഈസിയായിട്ട് ചെയ്യാം. അതുപോലെ ഏത് വെറൈറ്റി ആണെങ്കിലും തുടക്കത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു മൂഡ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ എന്ത് വെറൈറ്റി ചെയ്യുമ്പോഴും അതിന് സാധാരണയേക്കാൾ കുറച്ചുകൂടി ഊർജ്ജം കൂടുതൽ വേണം. ഈ ഒരു കാര്യത്തിനകത്ത് അവരുടെ മൂഡ് വളരെ പ്രധാനമാണ് കേട്ടോ. ഇപ്പോൾ ഏത് കാര്യത്തിനകത്തായാലും സ്ത്രീകളുമായിട്ട് സഹകരിച്ച് ഒരു കാര്യം ചെയ്യുമ്പം അവരുടെ മാനസികാവസ്ഥയ്ക്ക് നമ്മളൊരു പരിഗണന കൊടുക്കണം. അവരെ സംബന്ധിച്ച് ഈ ഇമോഷൻസൊക്കെ കുറച്ച് സ്ലോലിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് അവരിത് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. തുടക്കത്തിൽ മറ്റേതെങ്കിലും രീതിയാകാം. പുരുഷൻ നിന്നുകൊണ്ട് റിലാക്സ് ചെയ്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഗൊണ്ട് ചെയ്യുന്നതൊക്കെ പരീക്ഷിക്കാം. തന്നെയല്ല, ഈ മെത്തേഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷന് നിയന്ത്രണം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് സമയം വർദ്ധിപ്പിക്കാനായിട്ട് മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചിന്തകളെ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യണം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചില ഭാവനകൾ കാണണം. അങ്ങനെ സമയം വർദ്ധിപ്പിക്കാനായിട്ട് പല രീതികളും മനസ്സുകൊണ്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ മറ്റെല്ലാ രീതിയും നോക്കിയിട്ട് ലാസ്റ്റിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് പല സന്ദേശങ്ങളും പറയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികൾ തമ്മിൽ കൈമാറുന്നുണ്ട്. അവരുടെ ഒരു വ്യക്തിത്വം ഏത് രീതിയിലുള്ളതാണെന്ന് ഈ സമയത്ത് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ജീവിതത്തെ എങ്ങനെയാണ് ആ വ്യക്തി നോക്കിക്കാണുന്നത്, സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റാണോ ഉള്ളത്, സ്വന്തം വികാര വിചാരങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണോ കാണുന്നത്. ചിലപ്പം നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി എന്തിനാ ചെയ്യുന്നതെന്ന്. ഈ അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണ് അത് മടുക്കാതിരിക്കുന്നതും അതിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നതും. അതുപോലെ ഇവിടെ നമ്മൾ രണ്ട് കൂട്ടരുടെയും താല്പര്യം പരിഗണിക്കണം. ചിലർക്ക് ചില രീതിയോട് കുറച്ച് ഇഷ്ടം കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു രീതി നന്നായിട്ട് ആസ്വദിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് ഒരു പ്രത്യേക ഇഷ്ടവും കരുതലും ഒക്കെ ആയിരിക്കും. ഇത് ഏറെ രസകരമാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവനയും സങ്കല്പങ്ങളും ഒക്കെ തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് രണ്ട് രീതിയുണ്ട്, ഫേസ് ടു ഫേസും ഉണ്ട്, അല്ലാതെയുണ്ട്. നമ്മൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും പുതിയ രീതികൾ പരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. ചില പങ്കാളികൾക്ക് ലൈംഗികത മടുക്കാത്തതിൻ്റെ രഹസ്യം എന്താണെന്നറിയാവോ? അവർക്ക് ഏതോ ഒരു രീതിയോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ട്, അത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നുമുണ്ട്. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതിന് അനുകൂലമാണ്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവർക്ക് കറക്റ്റായിട്ട് സ്ട്രോക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ പറ്റും. തന്നെയല്ല, ഇതിൻ്റെ നിയന്ത്രണം കൂടുതലും അവരുടെ കയ്യിലാണ്. യഥാർത്ഥത്തിൽ എത്ര അകന്നിരിക്കുന്നവരാണെങ്കിലും ചില ഓർമ്മകൾ നമ്മളെ അടുപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇടയ്ക്കൊക്കെ പുതിയ മെത്തേഡുകൾ പരീക്ഷിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഏത് കാര്യമാണെങ്കിലും വീണ്ടും അത് താല്പര്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റിലാക്സേഷൻ വേണം. അതുമാത്രം പോരാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു പ്രത്യേകത അതിന് വേണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.